അമിതമായിട്ടുള്ള പരിസ്ഥിതിവാദം, തീവ്രമായ പരിസ്ഥിതി തീവ്രവാദം, അതിനെതിരെ വിമർശനം ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അല്ലാതെ പൊതുവിൽ പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടുകളും ജൈവ വ്യവസ്ഥയും ഒക്കെ സംരക്ഷിക്കാനായിട്ടുള്ള പരമാവധി ശ്രമം നടത്തുക എന്ന് പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് പലപ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അവിടെയാണ് ശരിക്കും ചോദ്യങ്ങളും ഇതൊക്കെ വരുന്നത്. കാര്യം നമ്മൾ പ്രകൃതിയിൽ ഇടപെട്ടുകൊണ്ടും കൂടെ സഞ്ചരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമാണ് ഈ സ്പീഷീസ് അതിജീവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന എല്ലാം പ്രകൃതി വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ ഈ റൂമിൽ ഷെൽട്ടർ, വീട്, പാർപ്പിടം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. ആഹാരം, കൃഷി എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. ചികിത്സ എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. വാഹനങ്ങൾ പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന മിക്കവാറും പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ്. കാര്യം അങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള വിളകൾ മാത്രം വളർത്തുകയും മറ്റു വിളകളെ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെയാണ് കളകളുണ്ടാകുന്നത്. അല്ലെ കളകളുടെ ആവശ്യമില്ല. പ്രകൃതിയെ സംബന്ധിച്ചല്ല. ലൈറ്റനിങ് ഉണ്ടാകുമ്പോൾ ലൈറ്റനിങ് അറസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രകൃതിക്ക് ഒപ്പം സഞ്ചരിക്കുകയും ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്താണ് നമ്മൾ സിവിലൈസേഷൻ ഉണ്ടാക്കിയത്. നമ്മളിന്ന് കഴിക്കുന്ന ഒരു ആഹാരം പോലും പ്രകൃതിജന്യമായിട്ടുള്ള ആഹാരമല്ല. ഒരു പഴം പോലും അങ്ങനെയല്ല. ഒരു ധാന്യം പോലും അങ്ങനെയല്ല. ഇതെല്ലാം കൃത്രിമമായിട്ട് നമ്മളുടെ രുചിക്കും നിറത്തിനും വലുപ്പത്തിനും എണ്ണത്തിനും ഒക്കെ ആധാരമാക്കി നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ് തത്വത്തിൽ നടത്തി തന്നെയാണ് ഇന്നത്തെ എല്ലാ ആഹാരവും ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ധാന്യവും, എല്ലാ വിളകളും, എല്ലാ പഴങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രകൃതിയിൽ കിട്ടുന്ന എന്ത് സാധനം നമ്മൾ കഴിക്കുന്നത്? പ്രകൃതിയിൽ കിട്ടുന്ന സാധനം നമ്മൾ കഴിക്കുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ കറണ്ട് ജനത കഴിക്കുന്നില്ല. അപ്പോൾ പ്രകൃതിവാദത്തിൻ്റെ ഒരു തീവ്രതയെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ പ്രകൃതിവാദം അപ്പടി പരിഹാസ്യമായിട്ട് ഞാൻ കാണുന്നില്ല. പ്രകൃതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതും പരിസ്ഥിതിയെ സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്ലാസ്റ്റിക് മലിനീകരണം, ഇതൊക്കെ ഇടപെടേണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന ആഗോളതാപനം, അത് ഇടപെടേണ്ട വിഷയം തന്നെ. ആഗോളതാപനം എന്ന് പറയുന്നൊരു മിത്തല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള കണക്കുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക തന്നെ വേണം. പക്ഷേ ഈ ഗ്രീൻ പീസ് ഒക്കെ പോകുന്നത് പോലെ ഇതൊരു വലിയൊരു എന്താ പറയുക സ്പോൺസേഡ് അജണ്ട വെച്ച് പല കാര്യങ്ങളും അവർ ഇടപെടുന്നുണ്ട്. അവർ പല കോർപ്പറേറ്റ് വാറുകളിലെയും പക്ഷം പിടിച്ചുകൊണ്ട് അവർ ഇടപെടുന്നുണ്ട്. പല വസ്തുക്കളും, പല മെഡിസിൻ്റെ കാര്യത്തിലും അവർ ഇടപെടുന്നുണ്ട്. കമ്പനികൾക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു തലത്തിലേക്ക് പരിസ്ഥിതിവാദം പോകുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിയെ തടയുന്ന രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോകാറുണ്ട്. നമ്മൾ പ്രകൃതിയിൽ ഇടപെടുന്നത്, ഞാനെപ്പോഴും പറയുന്നത് ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ബ്രെയിൻ സർജറി. മസ്തിഷ്ക അല്ലെങ്കിൽ നട്ടെല്ലിൽ ശസ്ത്രക്രിയ ചെയ്യുന്നോണം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇടപെടാൻ. ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. പ്രകൃതിയിലൊക്കെ ഇടപെടേണ്ടി വരും എന്ന് വെച്ച് കയറി ചമ്മാളിക്കരുത്. നമുക്ക് വേണ്ടിയാണ് പ്രകൃതി എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മളുടെ അതിജീവനത്തിൽ പ്രധാനമാണ് എന്നുള്ളതാണ് കാണേണ്ടത്. ഈ പ്രകൃതി തന്നെ ഡിസ്ട്രോയ് ചെയ്തേക്കാം. കാര്യം ഐസ് ഏജ് വരികയോ വേറെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു പ്രവർത്തനം ഒന്നും ആവില്ല. ഐസ് ഏജ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10,000 വർഷത്തിന് മുമ്പ് നമുക്ക് നിസ്സഹായമാണ്. പ്രകൃതി തന്നെ മൊത്തത്തിൽ റീഫോർമാറ്റ് ചെയ്യും എൻ്റെ ഹാർഡ് ഡിസ്ക്. പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ പരിഹാസമില്ല, ഒരിക്കലും ഇല്ല.